അപ്പൊ ഇതാ നമ്മള് ഫാമിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. ഐ മീൻ എന്റെ ബർത്ത്ഡേ ഡ്രസ്സൊക്കെ ഇട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെ ചെന്നിട്ട് ഒരു നല്ലൊരു കാര്യം ഒന്ന് ചെയ്യാൻ പോവാണ് കേട്ടോ. എൻ്റെ ഒരുപാട് നാളത്തെ ഡ്രീം ചെയ്യാൻ പോവാണ് ഞാൻ. അപ്പൊ അതിന്റെ ഒരു സന്തോഷത്തിലാണ് ഞാൻ. അങ്ങനെ ഫാം എത്താനായി കേട്ടോ. നമ്മൾ ആക്ച്വലി ഇന്ന് കുക്കുംബർ തൈ ഫുള്ള് നട്ട് തീർക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് പോകുന്നത്. അപ്പൊ അങ്കിളിതാ വാനമൊക്കെ ഒന്നും കൂടെ റെഡി ആക്കുന്നുണ്ട്. പിന്നെ ദരീരിക്കുട്ടൻ അവിടെ നിന്ന് വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനു മുമ്പ് തന്നെ നമ്മൾ വാന റെഡിയാക്കിയതാട്ടോ. എങ്ങനെയാന്ന് കാണണ്ടേ. അപ്പം കംപ്ലീറ്റ് നമ്മൾ കുക്കുംബർ തൈ വെച്ച് എടുത്തിട്ടുണ്ട്. ട്രെയിലാണ് വെച്ചിരിക്കുന്നത്. അപ്പം നമ്മളുണ്ടല്ലോ വിത്ത് വാങ്ങിക്കുമ്പോൾ തന്നെ നമ്മൾ മണ്ണ് ഒരുക്കാൻ തുടങ്ങണം എന്നാട്ടോ പറയാ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ചെയ്തത്, നമ്മൾ വിത്ത് ഓർഡർ ചെയ്തപ്പോൾ തന്നെ നമ്മളിവിടെ മണ്ണൊരുക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. JCBയുടെ പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്കിളും രീരിക്കുട്ടനും കൂടെ ഒന്നിച്ചിട്ട് ഇത് വളം ഇടാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടിലാട്ടോ. ഓരോരോ ചാക്കായിട്ട് കൊണ്ടുപോവാണേ. അപ്പോൾ വാനം ഓൾറെഡി നമ്മൾ പറമ്പൊക്കെ നന്നായിട്ട് പുല്ലൊക്കെ ക്ലീൻ ചെയ്ത് വാനം വെട്ടി ഓരോ വാനം ഇതുപോലെ നടുക്ക് കീറിയിട്ട് ഐ മീൻ നടുക്ക് പൊളന്ന് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്കാട്ടോ നമ്മൾ വളങ്ങളൊക്കെ ഇട്ടോട്ട് കൊടുത്തോണ്ടിരിക്കണം. ഇത് കോഴിക്കാട്ടം, ചാണകപ്പൊടി, ഇപ്പോൾ കംപ്ലീറ്റ് ജൈവ വളങ്ങളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഒരു കെമിക്കലും നമ്മൾ യൂസ് ചെയ്യാണ്ടാണ് നമ്മൾ ഫാമിൽ കുക്കുംബർ വിളവെടുപ്പൊക്കെ ഇനി എടുക്കണം. ഇത് കംപ്ലീറ്റ് കുക്കുംബറിൻ്റെ തയ്യാട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നടന്നത് കേട്ടോ. അപ്പോൾ വാ നമുക്ക് പ്രസന്റിലേക്ക് പോവാം. അവിടെ ഒരെണ്ണം വെക്കണോ? മൈക്ക് ഞാൻ എൻ്റെ ബാഗ് മൈക്ക് എടുക്കുന്നൊരു വിട്ട് വെക്കുന്നൊരു ബാഗ് ഉണ്ട് കേട്ടോ. ടെൻഷനിൽ ഞാൻ തന്നെ ഉണറിപ്പോയി. 2 മൈക്കും ഒരു റിസീവറും ആണ് ഉള്ളത് കേട്ടോ. 2 മൈക്ക് ഇവിടെ ഉണ്ട്. റിസീവർ ഇല്ല. എനിക്ക് തോന്നുന്നു റിസീവർ ക്യാമറയുടെ അവിടെ അതിനകത്ത് ഇരിക്കാന്ന് തോന്നുന്നു കേട്ടോ. കഴിഞ്ഞ ദിവസം മറ്റേ ഗ്രിൽഡ് ചിക്കൻ എടുത്ത വീഡിയോ ഇല്ല, അത് എടുത്തിട്ട് അവൻ എടുത്ത് വെച്ചിട്ടില്ല എന്ന് തോന്നുന്നു. ഇപ്പൊ വിളിച്ചു ചോദിക്കാം കേട്ടോ. രീരിക്കുട്ടാ ഒരു മിനിറ്റ്. ഒരു മിനിറ്റ് ഇപ്പൊ ചോദിക്കാം കേട്ടോ. അപ്പൊ ഈ ക്യാമറയുടെ സംഭവങ്ങളൊക്കെ ഇല്ല, അവനാണ് എല്ലാം സൂക്ഷിക്കുന്നത്. ക്യാമറ, പെൻഡ്രൈവ്, മൈക്ക്, ഇതെല്ലാം അവന്റെ ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. ഇതിൽ 2 മൈക്കല്ലേ ഉള്ളത്? 2 മൈക്കോ? 2 മൈക്കല്ല, ഒരു മൈക്ക് അവിടെ. ഇത് 2 മൈക്കല്ലേ? ഇത് 2 മൈക്ക്. അതിൽ കണക്ട് ചെയ്യാനുള്ളത് മൈക്ക് എവിടെയാണ്? റിസീവർ. റിസീവർ. ക്യാമറ വീലുണ്ട്. ക്യാമറ എവിടെ? വീട്ടിലുണ്ട്. ക്യാമറ എടുക്കുമെന്ന് വിചാരിച്ചു. അവൻ ക്യാമറയിൽ എടുക്കുന്നാണ് വിചാരിച്ചത്. എന്തെന്ന് പറയാനാണ് ഒന്നും പറയാം. ഇപ്പൊ ഞാൻ എന്റെ ഐഫോണിലാട്ടോ എടുത്തോണ്ടിരിക്കണേ. ഐഫോൺ അടിപൊളിയാണോ? ഓഡിയോ ഓഡിയോ ഇത് സൗണ്ട് ഇല്ലല്ലേ? നന്നായിട്ട് കേക്കും. ഇവിടെ സൗണ്ട് ഇല്ലാത്തോണ്ട് നന്നായിട്ട് കേക്കോ? അവൻ എങ്ങനെയൊക്കെ പറഞ്ഞാണ് അഡ്ജസ്റ്റ് ചെയ്യണം നോക്കിയത്. ഇവിടെ സൗണ്ട് ഇല്ലാത്തോണ്ട് മേക്കിന്റെ ആവശ്യമില്ലാന്ന്. പോയി വെള്ളം നനയ്ക്കും. അപ്പൊ ഞാൻ വിചാരിച്ച ആദ്യം ഒരു 1-2 ഒക്കെ ഞാൻ വെച്ചിട്ട് ബാക്കി എല്ലാവരും കൂടെ ചെയ്യാന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷെ ഇവിടെ വന്നപ്പോഴത്തേനും എനിക്ക് എല്ലാം കൂടെ നട്ടാലോ എന്നൊരു മോഹം. പിന്നെ അങ്കിളാണെങ്കിലും പറഞ്ഞ് എന്നാ നട്ട് തുടങ്ങിക്കോ എന്ന് പറയുകയും ചെയ്തിട്ടാ. അപ്പൊ പിന്നെ ഈ ഡ്രസ്സൊക്കെ ഇട്ടത് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാൻ ഡ്രസ്സ് മാറ്റിയിട്ട് വരാവേ. 2 മിനിറ്റ് ഇപ്പൊ വരും ഞാൻ. ഇതാണ് അടയാളം. ഈ അകലം അല്ലേ? അപ്പൊ ഗുരു പറഞ്ഞിരിക്കുകയാണ് അതാണ് അടയാളം. അത് എന്തിന്റെ അടയാളമാണെന്ന് അറിയാവോ? ഡിസ്റ്റൻസ് ആണ് കേട്ടോ. ഒരു കുക്കുംബറിനും മറ്റൊരു കുക്കുംബറിനും ഇടയിലുള്ള ഡിസ്റ്റൻസ് ആണ് കാണിച്ചിരിക്കുന്നത്. ഞങ്ങൾ കുക്കുംബർ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ഇടവേളയായിട്ട് ചീരയും ചെയ്യുന്നുണ്ട് കേട്ടോ. ഇരുട്ടണേന് മുൻപ് നമുക്കിതൊക്കെ നടണം കേട്ടോ. ഇതെടുക്കാം. ഇത് 1 മാസത്തെ തയ്യാറെടുപ്പാണ് കേട്ടോ ഞങ്ങളുടെ.
വെക്കാണ്. അപ്പൊ ഐശ്വര്യമായിട്ടും വളരെ വളരെ സന്തോഷത്തോടു കൂടെ ഞാൻ എന്താ ഓരോന്നായിട്ട് ഞാനിങ്ങനെ വെച്ച് തുടങ്ങി കേട്ടോ. അപ്പൊ അങ്കിളാണെങ്കിലും എനിക്ക് അതിന്റെ അളവൊക്കെ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ അളന്നിട്ട് ഇങ്ങനെ കുത്തി കുത്തി തരുന്നുണ്ടായിരുന്നു കേട്ടോ നടാൻ വേണ്ടിയിട്ട്. അപ്പൊ അതുപോലെ തന്നെ അങ്കിള് പറഞ്ഞ രീതിയിൽ തന്നെയാണ് നമ്മളെല്ലാം തന്നെ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇതിന്റെ ഇടയിൽ ചീര വെക്കാമോ നിങ്ങളെ? പിന്നെ ചേച്ചി ചെടി നട്ടുകൊണ്ടിരിക്ക്. ചേച്ചി ചെടി നട്ടുകൊണ്ടിരിക്കും. അങ്കിളന്റെ ഈ കൃഷിന്റെ മാസ്റ്റർ എന്നാ കാണിക്കോ? സ്റ്റിക്കിനെ ഡിസ്റ്റൻസ് മെഷർ ചെയ്ത് ഇതിലാ ചെടിയെ ഈ ഫിക്സ് ചെയ്യും. മലയാളം കുറച്ച് അറിയും, അഡ്ജസ്റ്റ് ചെയ്യും. സോ എൻ്റെ ബർത്ത്ഡേയുടെ അന്ന് തന്നെ എൻ്റെ വലിയൊരു ആഗ്രഹം അത് നടന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ആക്ച്വലി എനിക്കറിയാം നമ്മൾ തൈ നട്ടിട്ടേ ഉള്ളൂ, സംഭവം തുടങ്ങിയിട്ടേ ഉള്ളൂ, എന്നാലും ഭയങ്കര സന്തോഷം. പിന്നെ നമ്മൾ കാണുന്ന പോലെ അല്ല കേട്ടോ, നല്ല പണിയുള്ള പരിപാടിയാണ്. പിന്നെ ചേച്ചിയും ആൻറ്റിയും ചെടി നട്ടുകൊണ്ടിട്ട് നാമ ഈ ലാൻഡിനെ നനയ്ക്കാൻ വേണ്ടി പോവാം. നാം വെള്ളം ഇട്ട് ഒളിച്ച് കൊഞ്ചം സെറ്റ് ചെയ്യണം. ஏன்னா கோழிக்காட்டத்திൻ്റെ ഹീറ്റ് ആ ചെടി താങ്ങാൻ പറ്റില്ല. அதனால നാം വെള്ളം വലിക്ക പോവാം. കുറച്ച് പാതി പണി കളിഞ്ച് മീതമുള്ള വാനത്തിനെ നാം വെള്ളം വലിക്കണം. ഇവിടെ അതിൻ്റെ ഇടയ്ക്ക് വാച്യമ്മയും ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ ചീര പറിച്ചു നടാൻ വേണ്ടിയിട്ട്. പിന്നെയാണ് അങ്കിള് പറഞ്ഞു തന്നത് കേട്ടോ, ഇങ്ങനെ തൈ നട്ടതിന് ശേഷം നമ്മൾ ഈർക്കിൽ ഇങ്ങനെ അതിനൊരു താങ്ങ് പോലെ വെച്ചു കൊടുക്കണമെന്ന്. അതായത് വെയിൽ കൊണ്ട് വാടിയാലോ എന്തായാലും വീഴാൻ പാടില്ല, അതിങ്ങനെ ഈർക്കിൽ താങ്ങിൽ നിന്നോളും. നേരെ ഇരുട്ടി തുടങ്ങിയിട്ട് എന്നിട്ട് നമ്മുടെ പണിയൊന്നും തീർന്നിട്ടില്ല. പക്ഷെ എന്ത് തന്നെ ആയാലും കുഴപ്പമില്ലെന്ന് നമ്മൾ ചെയ്ത് തീർക്കണം, നട്ട് തീർക്കണം എന്നുള്ളൊരു ഉറച്ച തീരുമാനത്തിലാണ് കേട്ടോ ഞങ്ങള്. ഇന്നത്തെ ദിവസം അങ്ങനെ അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മൾ വിചാരിച്ച പോലെ തന്നെ എല്ലാ തൈയും നടാൻ പറ്റിയേ. ഇതൊരു 3-4-5 ദിവസം കഴിഞ്ഞപ്പോൾ ഉള്ള സംഭവമാണ് ഈ കാണുന്നത് കേട്ടോ. ചീര പറിച്ചു നടൽ ഇതുവരെ തീർന്നിട്ടില്ല കേട്ടോ. അപ്പുറത്തെ വാനവും നമ്മൾ എടുത്തിട്ട് അതിന്റെ ഓപ്പോസിറ്റ് തന്നെ വാനം എടുത്തിട്ട് ഇവിടെ നിന്ന് ചീര പറിച്ച് അപ്പുറത്തേക്ക് മാറ്റി നട്ടോണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെന്താ, രീതിക്കൂട്ടിന് സ്ഥിരം വഴക്കായി കളകളൊന്നും പറിച്ചു കളയാത്തതിന്റെ കേട്ടോ. ഷീന ചേച്ചിയും ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു നമ്മൾക്ക് ചീര പറിച്ച് മാറ്റി നടാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ അത് അങ്കിള് എങ്ങനെയാണ് കുഞ്ഞുങ്ങൾക്ക് വെള്ളം അടിച്ചു കൊടുക്കേണ്ടത് എന്ന് കാണിച്ചു തരികയാണേ. അപ്പൊ വെള്ളം അടിക്കാൻ പറഞ്ഞിട്ട് അവൻ ഈ പൂവാലിയിൽ വെള്ളം നിറച്ചിട്ട് ഈ ഷവർ ചെയ്യുന്നത് പോലെ ഇങ്ങനെ സ്പ്രേ ചെയ്യുന്നത് പോലെ തളിക്കുന്നുണ്ടായിരുന്നല്ലോ കേട്ടോ. അപ്പൊ അതിന് അങ്കിളുടെ കയ്യിൽ നിന്ന് നല്ല ചീത്ത കിട്ടി. അത് കഴിഞ്ഞപ്പോ അങ്കിൾ ഇതാ കാണിച്ചു കൊടുക്കുന്ന എങ്ങനെയാണ് കുഞ്ഞു ചെടികൾക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടതെന്ന്. ചക്ക എന്ന് പറഞ്ഞാല് ചുക്ക് എന്നാണ് കേൾക്കണത്. പൂവാലിയില് നനയ്ക്കാൻ ആദ്യത്തെ ഒരു ദിവസം പൂവാലിയിൽ നനയ്ക്കാൻ പറഞ്ഞുള്ളൂ അങ്കിള്. അതിന് ഡെയിലി പൂവാലിയിൽ നനച്ചോണ്ടിരിക്കാറ്. അത് മടങ്ങിടിച്ചടാ. എപ്പറാ തണ്ണി പോറോം അങ്കിള് തലയിൽ കൈവച്ച് നിക്കുന്നുണ്ട്. എന്തോ ഒരു ഭാഗ്യത്തിന് കുറച്ച് മാത്രം ഉണങ്ങി, അങ്ങനെ അധികം ഒന്നും ഉണങ്ങിയിട്ടില്ല. என்ன பண்ண குரு பறஞ்சு 3 ദിവസം ഞാൻ முதல் നാൾ ആദ്യത്തെ ദിവസത്തില് ഓസിനെ ഇട്ട് വന്ന് തിട്ടി തീത്ത് 3 ദിവസത്തിനെ നീ പൂവാലിയിൽ ഇടണം എന്ന് കൂറി പറഞ്ഞു. ഇപ്പൊ പറഞ്ഞു ഞാൻ ആദ്യത്തെ ദിവസം മാത്രം പറഞ്ഞു. ഇപ്പൊ പറഞ്ഞു എനിക്ക് മറந்து
നീ തമിഴ് തന്നെ പറഞ്ഞ അവർക്കൊന്നും മനസ്സിലാവും. ஓகே சாரி. ഒച്ചത്തി പറ. இன்னைக்கு கூட நான் கேட்டேன்லக்கா 23 நட்டோம். 3 நாள்னா என்ன கணக்குக்கா? 25ல இருந்து ஓஸ்ட் அடிக்கணுமா 26ல இருந்து ஓஸ்ட் அடிக்கணும்னு கேட்டேன்ல. நீங்க கூட சாயங்காலம் அங்கிள்கிட்ட கேட்டுக்கலான்னு. இப்போ எல்லாம் திட்டுறாங்க திடீர்னு. ஆதித்த தேவசம் மட்டும் தான் ஊத்த சொன்னேன்னாங்க. நான் அவரு ഒച്ചത്തി പറയടാ. ஒச்சத்தினா சத்தமா சத்தமாயிட்டல்ல. அவரு சொன்னாரு முத 3 நாள் வந்து பூவாளியில மெதுவா தண்ணி அடிக்கணும், அப்புறம் தான் வந்துட்டு ஓஸ் விடணும் அப்படின்னாரு. இப்போ வந்துட்டு முத நாள் மட்டும் தான் சொல்றேன்னாரு. திட்டு தீர்த்து നീ ആണി പറിക്കണ്ട. நான் புல்லு பறிக்கும். നീ ആവശ്യമില്ലാത്ത പുല്ലൊക്കെ പറിച്ചേ. அவசியம் உள்ள புல்லு அவசியம் ഇല്ലാத നീ പറിക്കണതൊക്കെ ആവശ്യമില്ലാത്ത പുല്ലായിരിക്കും. പോയി പറയും. ഇവനെ കൊണ്ട് ഈ ഫാം മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ളൊരു വിശ്വാസം എനിക്ക് ഇതുവരെ ഉണ്ടായിരുന്നു. കുടി അപ്പൊ എന്റെ കുക്കുംബറും ജീരയൊക്കെ എന്തൊക്കെയായി ഏതൊക്കെയായെന്ന് അടുത്ത വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. അപ്പൊ ഓക്കെ, ടാറ്റ ബൈ.